CPM നേതാക്കന്മാർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. അവരോടുള്ള സമീപനം എന്താണ് CPM-ന്റെ ഈ സർക്കാരിന്റെ? അവർ പരാതി കൊടുത്തിട്ടും കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത പ്രശ്നമുണ്ട്. കാലങ്ങളായിട്ട് പരാതി കേസെടുക്കാൻ തയ്യാറില്ല. അവർ പിന്നെ പബ്ലിക്കായിട്ട് രംഗത്ത് വരെയും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പാർട്ടി അയാളെ പുറത്താക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംബന്ധിച്ചുള്ള പാട്ട് വന്നു. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണി അയ്യപ്പ, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളും മറ്റുമൊക്കെ ഈ സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. സർക്കാരിൻ്റെ മുഖം വികൃതമായി നിൽക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ സർക്കാർ വില കുറഞ്ഞ ഒരവസ്ഥയിലായി എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വഴി എന്താണ്? രണ്ട് വഴിയാണ് അവർ കണ്ടത്. ഒന്ന്, മാങ്കൂട്ടത്തിലിനെ കൊടുന്നതിനെ അറസ്റ്റ് ചെയ്യുക. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അല്ലായിരുന്ന വിഷയമെങ്കിൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് തന്ത്രിക്ക് ജീവപര്യന്തം കൊടുക്കാൻ പോകുന്നൊരു വാർത്തയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിജീവിതമാർക്കൊപ്പമൊന്നുമല്ല സർക്കാരിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാവുന്ന അതിജീവിതകൾ ആരുണ്ടോ അവരോടൊപ്പമാണ്. അതിനപ്പുറം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അതിജീവിതകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള സമീപനമാണ് ഈ CPM പിണറായി വിജയന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹിന്ദു ഐക്യവേദി അധ്യക്ഷനായിട്ടുള്ള RV ബാബു ആണ്. നമസ്കാരം സർ. നമസ്കാരം. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കേസായിരിക്കും രാഹുൽ മാങ്കൂട്ടം കേസ് എന്ന് പറയുന്നത്. സാധാരണ ഈ പറയുന്ന ശബരിമല കൊള്ള കേസിൽ നമ്മൾ കുറേയധികം മുന്നോട്ട് നടന്നില്ലെങ്കിൽ കുറേ നാള് ഇരുന്ന് ഒരു അന്വേഷണ സംഘം വേണമെന്ന് അങ്ങോട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ശബരിമല കൊള്ള കേസ്. പക്ഷേ അതേ തലത്തിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടം കേസ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കും. ഇത്ര സീക്രട്ടായിട്ട് തെളിവുകൾ ശേഖരിക്കുന്ന മറ്റൊരു കേസ് നമ്മൾ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആലോചിക്കാം, സർക്കാരിന് ഇത്രത്തോളം ഒരു അല്ലെങ്കിൽ അത്ര ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു കേസ് ഇത് മാത്രമാണ്. പക്ഷെ ഇപ്പുറത്ത് വലിയ ശ്രദ്ധ കൊടുക്കുന്നതുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് വളരെ റിലവൻ്റ് ആണ്. എൻ്റെ കാര്യം, സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിസ്ഥാനത്ത് സർക്കാരാണ്. സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുമാണ്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംബന്ധിച്ചുള്ള പാട്ട് വന്നു. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണി അയ്യപ്പ, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളും മറ്റുമൊക്കെ ഈ സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. സർക്കാരിൻ്റെ മുഖം വികൃതമായി നിൽക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ സർക്കാർ വില കുറഞ്ഞ ഒരവസ്ഥയിലായി എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വഴി എന്താ? രണ്ട് വഴിയാണ് അവർ കണ്ടത്. ഒന്ന്, മാങ്കൂട്ടത്തിലിനെ കൊടുന്നതിനെ അറസ്റ്റ് ചെയ്യുക. മാങ്കൂട്ടത്തിൽ അയാൾ തെറ്റുകാരനാണോ കുറ്റം എനിക്കറിയില്ല. ഞാൻ ആ കേസിനെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റ് കേസുകളിൽ ഇല്ലാത്ത പ്രാധാന്യത്തോടെ SIT രൂപീകരിച്ച് മാങ്കൂട്ടത്തിൽ. അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഒരു പ്രധാന വിഷയമായിട്ട് സമൂഹത്തിൽ കൊണ്ടുവരിക, സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കുക. രണ്ട്, സ്വർണ്ണക്കൊള്ളയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് ഉള്ള മറ്റാൾക്കാരെ അറസ്റ്റ് ചെയ്യാതെ മറ്റു പ്രതികൾ നിലനിൽക്കെ, നേരിട്ട് കേസിൽ ബന്ധപ്പെട്ട ആളുകൾ നിലനിൽക്കെ തന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്ത്രിയിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയെ തിരിക്കുക. അതുവരെ പ്രതിസ്ഥാനത്തുള്ള CPM അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് സംഭവിച്ച ആ വൈകല്യമോ അല്ലെങ്കിൽ നേരിട്ട മാനഹാനിയോ ഇല്ലാതാക്കാൻ തന്ത്രിയുടെ അറസ്റ്റിലൂടെ സാധിക്കുമെന്നങ്ങനെ വിചാരിക്കുക. ഇത്തരത്തിൽ ഈ തങ്ങൾക്ക് നേരിട്ട അപമാനം അല്ലെങ്കിൽ നേരിട്ട അധിക്ഷേപങ്ങളെ മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധൃതി പിടിച്ച നടപടിയാണ് മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും തന്ത്രിയുടെ അറസ്റ്റും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്ത്രിയെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. തന്ത്രിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. തെളിവുകളുടെ അഭാവമായിരുന്നു എന്നാണ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന സമയത്താണ് തന്ത്രിയെ കറക്റ്റ് അറസ്റ്റ് ചെയ്യുന്നതും. ഇപ്പൊ വീണ്ടും നടപടികൾ ചേർക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കൃത്യമായി വേറെ മറ്റു കുറച്ചുകൂടെ നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ സെക്ഷനുകൾ തന്ത്രിക്കെതിരെ ചേർക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കേസിന്റെ ആണെങ്കിലും 2 തവണ അറസ്റ്റിൽ നിന്നും തെന്നി മാറിപ്പോവുകയായിരുന്നു ചെയ്തത്. രണ്ടാമത്തെ കേസ് വരുന്നതും ഈ തദ്ദേശത്തിന് മുൻപായിരുന്നു. തദ്ദേശം ആ ഒരു സമയം ആയപ്പോഴത്തേക്കായിരുന്നു ഇയാൾക്ക് ജാമ്യമൊക്കെ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീടാണ് ഈ 3ാമത്തെ കേസ് പൂങ്കുഴലിലേക്ക് എത്തുന്നതും. 6 ദിവസം എന്തോ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കേസ് എത്തുന്നതും. ഇങ്ങനെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് രൂപീകരിക്കുന്നതും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തെ രൂപീകരിക്കുന്നതും എല്ലാം വളരെ സീക്രട്ടായിട്ട് പിടിക്കുന്നതും അറസ്റ്റ് ആ ഒരു വൻ നടപടികളിലേക്കൊക്കെ കടക്കുന്നത്. ഇത് രണ്ടിന്റെയും പ്രധാനമായി സർക്കാർ പറയുന്നത്
തെളിവ് ശേഖരണം. കാരണം ഒരിക്കൽ ഇതിന്റെ 2 കേസിലും സർക്കാർ ആയിരുന്നു ഒരു കുടുങ്ങിപ്പോയത്. സർക്കാരിന്റെ ഒരു കഴിവില്ലായ്മ കൊണ്ടാണ് ഈ 2 കേസുകളിലും പ്രത്യേകിച്ച് ഒന്നും നടക്കാതിരുന്നതെന്നുള്ള ആ ഒരു മോശം അല്ലെങ്കിൽ ആ ഒരു മോശത്തരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തെളിവ് ശേഖരിക്കുകയായിരുന്നു. തെളിവുകൾ കിട്ടിയപ്പോൾ ഞങ്ങൾ 2 പേരെയും അറസ്റ്റ് ചെയ്തു. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ അതിജീവിത എന്ന് പറയുന്നവരെവിടെയാണ്? കാനഡയിലാണ്. കാനഡയിൽ നിന്ന് ഇമെയിൽ അയച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ ഫോൺ ചാറ്റുകളും ഒക്കെ എന്തോ കണ്ടെത്തി എന്നൊക്കെ പറയാം. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടാണോ ഈ അറസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. നിയമവിദഗ്ധന്മാരുടെ ഇടയിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലൊക്കെ അത്തരം ചില സംശയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഈ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചതിന് ശേഷമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള. ഇപ്പോൾ CPM, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPM പ്രതിരോധത്തിലായപ്പോൾ CPMൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി എടുത്ത ചില നടപടികളാണ് ഈ സംഭവം എന്ന് ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം അങ്ങനെയാവാം. 2, അങ്ങനെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയാൾ ഒരു തികഞ്ഞ അയാളുടെ വ്യക്തിപരമായ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊന്നും പറയാൻ ആളില്ല. കാരണം അയാളെ സംബന്ധിച്ച് ഇതിനകം തന്നെ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു അറസ്റ്റിലേക്ക് വന്നത് ഈ രാഷ്ട്രീയമായ തിരിച്ചടി മറികടക്കാനാണോ എന്ന് സംശയം പൊതുസമൂഹത്തിനുണ്ടായേക്കാം. തന്ത്രിയുടെ അറസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്ത്രിക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിൽ എത്ര കണ്ട അർത്ഥമുണ്ടെന്ന് അറിയൂ. കാരണം തന്ത്രി മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ അറിയാം. കോടതിയിലെ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രി മഹസറിൽ ഒപ്പിട്ടിരുന്നു. ഈ തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് കൊണ്ടുപോയെന്ന് അറിയാം. അന്നേ തന്ത്രി അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ നോക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യണ്ട, ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ രീതികൾ. ഇത്രമാത്രം തിരിച്ചടി CPM പ്രതീക്ഷിച്ചിരുന്നില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഒന്ന് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ പാട്ടിനെ പറ്റിയിട്ടൊക്കെ സർക്കാരിനെ മൊത്തത്തിലൊന്ന് കുടിക്കല്ലെങ്കിൽ മുഖത്തെ ഒരു കരിവാരി തേക്കുന്ന രീതിയിലേക്കുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ പൗരാണികപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല സ്പിരിച്വൽ പാട്ടാണ്, ഇതിനെ ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു ആൾക്കാർക്കെതിരെയൊക്കെ കേസിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് കൂടുതലായിട്ട് പാടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് ഈ പറയുന്ന പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് വരെ പാടിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒന്ന് തിരിച്ചടി കൊടുക്കാം എന്ന രീതിയിൽ ഒരുമിച്ച് തന്ത്രിയുടെയും രാഹുലിന്റെയും അറസ്റ്റ്. എനിക്ക് തോന്നുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അടുത്ത ദിവസത്തെ ഒരു പ്രധാന മുഖപത്രത്തിലെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്ക് ഈ വകുപ്പുകൾ പ്രകാരം തെളിയുകയാണെങ്കിൽ ജീവപര്യന്തമായിരിക്കും തന്ത്രിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാക്കും എന്ന രീതിയിൽ. ഇതായിരുന്നു പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. പത്രങ്ങൾ നേരത്തെ അച്ചടിക്കുന്നതാണല്ലോ. പക്ഷേ അന്ന് രാവിലെ 6 മണിക്കുണ്ടായ വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്. ഞാൻ അന്ന് എൻ്റെ ഒരു മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അല്ലായിരുന്നു വിഷയമെങ്കിൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് തന്ത്രിക്ക് ജീവപര്യന്തം കൊടുക്കാൻ പോകുന്നൊരു വാർത്തയായിരിക്കും എന്നുള്ളത്. അല്ല, ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രധാന പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സർക്കാരുകൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അവർ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചില സമയത്ത് ചില കൊലപാതകങ്ങളാണ് അവർ ഉണ്ടാക്കുക. CPM സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പാർട്ടി ആഭ്യന്തര കുഴപ്പത്തിൽ പെടുമ്പോൾ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുക. അങ്ങനെ ആ രാഷ്ട്രീയ സംഘർഷത്തിലൂടെ പാർട്ടി നേരിടുന്ന ആഭ്യന്തര കുഴപ്പങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ CPM പ്രത്യേകിച്ച് എല്ലാ കാലവും സ്വീകരിച്ചു വരുന്ന അടവ് തന്ത്രങ്ങളാണ്. അതിലൊരു തന്ത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. നമ്മൾ അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് CPM ശ്രമിച്ചത് ഈ വിശ്വാസികൾക്കിടയിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ വിശ്വാസ തകർച്ച, ആ വിശ്വാസ തകർച്ചയെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അയ്യപ്പ സംഗമത്തിലൂടെ അവർ ശ്രമിച്ചത്. അതൊട്ടും ആത്മാർത്ഥമായിരുന്നില്ല, ആത്മാർത്ഥമായ സമീപനമായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അയ്യപ്പ സംഗമം പരാജയപ്പെടുകയും ജനങ്ങൾ അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ഈ അയ്യപ്പ സംഗമം മുതൽ യഥാർത്ഥത്തിൽ CPMന് പട്ടപലങ്ങ പോലെ അവർ കീഴ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന് ഇത്രയും വലിയ ദേഷ്യം ഈ പാർട്ടിയോട് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിനുശേഷം തൊട്ടത് മുഴുവൻ ഈ വെളുക്കാൻ തേച്ചത് മുഴുവൻ പാണ്ടായി എന്ന് പറയുന്നത്
തൊട്ടത് മുഴുവൻ പൊള്ളുന്ന ഒരു സമീപനം CPM ഉണ്ടായത് അയ്യപ്പ സംഗമത്തിന് ശേഷമാണ്. ഓരോ സമയത്തും അയ്യപ്പ സംഗമം നടത്തി തൊട്ട് പിന്നാലെയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്ന് അങ്ങനെയാണ് പിന്നീട് കേസ് മുഴുവൻ വരുന്നത്. കൊള്ള, സ്വർണ്ണക്കൊള്ള, ഇങ്ങനെ ഓരോന്നും ഓരോ ക്ഷേത്രങ്ങളിലും നടന്ന കൊള്ളകൾ മുഴുവൻ പുറത്തു പോകുന്നു. അവിടെയൊക്കെ CPM നേതാക്കന്മാർ പ്രതികളാവുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും ഈ സർക്കാർ അങ്ങേയറ്റം പരാജയപ്പെട്ട ഒരു സർക്കാരാണ് എന്നുള്ളതാണ് ആകത്തുക. നമുക്ക് പരിശോധിക്കുമ്പോൾ, ആകമാനം പരിശോധിക്കുമ്പോൾ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു സർക്കാർ എന്ന നിലയ്ക്ക് വേണം പിണറായി വിജയൻ്റെ സർക്കാരിനെ നമുക്ക് മാർക്കിടാൻ എന്ന് പറയേണ്ടി വരികയാണ്. അതിൻ്റെ അപ്പുറത്തേക്കും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു മുഖം ഞാൻ പറയാം, അതിജീവിതമാരുടെ രക്ഷകനാണ് സഖാവ് പിണറായി വിജയൻ എന്നൊരു ടാഗിലൂടെയാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു PR നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, PR അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്വിസ് മത്സരം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടില്ലേ? ക്വിസ് മത്സരത്തിൻ്റെ മുഴുവൻ്റെ ഉത്തരം, എല്ലാത്തിൻ്റെയും ഉത്തരം പിണറായി വിജയൻ എന്ന് കിട്ടുന്ന രീതിയിലാണ് ക്വിസ് കുട്ടികളോടുള്ള ചോദ്യം. സർക്കാരിൻ്റെ PR ഏജൻസിയുടെ ഭാഗമാണ്. എല്ലാത്തിൻ്റെയും ഉത്തരം പിണറായി വിജയൻ. കേരളത്തിൻ്റെ വികസനം കൊണ്ടുവന്നതാര്? പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തതാര്? പിണറായി വിജയൻ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ഉത്തരം പറയിപ്പിക്കുന്ന രീതിയിലുള്ള ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇത് സർക്കാരിന് ഇത്തരം ഗിമ്മിക്കളെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. എത്ര കോടി രൂപ ചെലവഴിച്ച് എത്ര PR ഏജൻസികൾ പ്രവർത്തിച്ചാലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനരോഷത്തിൽ നിന്ന് ഈ സർക്കാരിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കേരളത്തിലെ വിശ്വാസികൾ ഈ സർക്കാരിനെതിരാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ സർക്കാരിനെതിരാണ്. സമാധാനം കാംക്ഷിക്കുന്നവർ ഈ സർക്കാരിനെതിരാണ്. വികസനം കാംക്ഷിക്കുന്നവർ ഈ സർക്കാരിനെതിരാണ്. സകലമാന ജനങ്ങളും ഈ സർക്കാരിനെ വെറുക്കുന്നു എന്നുള്ളത്. തുടങ്ങുകയല്ല, വെറുപ്പിൻ്റെ അങ്ങേയറ്റത്ത് വെറുത്ത് ഇരിക്കുന്ന ഒരു സമീപനമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതമാരുടെ രക്ഷകനല്ല, കൃത്യമായി അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്നാണ്. അല്ല, അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിജീവിത എന്നൊക്കെ പറയുമ്പോൾ ഈ അതിജീവിത എല്ലാ മേഖലയിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിട്ടവരോട് പിണറായി വിജയന്റെ സമീപനം അങ്ങനെ തന്നെയായിരുന്നു. അല്ല, അത് മാത്രമല്ല, CPM നേതാക്കന്മാർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. അവരോടുള്ള സമീപനം എന്താണ് CPMന്റെ ഈ സർക്കാരിന്റെ? അവർ പരാതി കൊടുത്തിട്ടും കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത പ്രശ്നമുണ്ടല്ലോ. അത് CPMലെ സഖാക്കളല്ലേ ചെയ്തത്? തീവ്രത കുറവായിരിക്കും. അത് അവരുടെ തന്നെ ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതാണ് ഞാൻ ഉപയോഗിച്ചത്. അത് തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും അനുസരിച്ച് മാത്രമാണ് നമ്മുടെ സർക്കാർ കേസുകളെ ഈ പറയുന്ന രീതിയിൽ ബൗണ്ടറിക്ക് അപ്പുറവും ഇപ്പുറവും നിന്നിട്ടാണ് വിലയിരുത്തുന്നത്. ഇന്നലെ കാസർഗോഡ് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വായിച്ചില്ലേ? കാസർഗോഡ് CPMന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ നേതാവോ ഏരിയ കമ്മിറ്റിയുടെ നേതാവിനെയോ അറസ്റ്റ് ചെയ്തു. ആ സ്ത്രീ കഴിഞ്ഞ കാലങ്ങളായിട്ട് പരാതി കേസെടുക്കാൻ തയ്യാറില്ല. അവർ പിന്നെ പബ്ലിക്കായിട്ട് രംഗത്ത് വരെയും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പാർട്ടി അയാളെ പുറത്താക്കി. കുറെ നാളായിട്ട് ആ സ്ത്രീ പരാതിയായിട്ട് നടക്കുകയാണ് പാർട്ടി നേതാക്കന്മാരുടെ മുമ്പിൽ. അപ്പോൾ അതിജീവിതമാർക്കൊപ്പമൊന്നുമല്ല സർക്കാരിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാവുന്ന അതിജീവിതകളാരുണ്ടോ അവരോടൊപ്പമാണ്. അതിനപ്പുറം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അതിജീവിതകളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള സമീപനമാണ് ഈ CPM പിണറായി വിജയന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മുഖംമൂടിയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പടം ഒരു പിക്ചർ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കപ്പിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു ചായ കുടിക്കുന്ന, അതിനകത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ടാഗ് വന്നത്, അതിജീവിതമാരുടെ രക്ഷകൻ എന്ന് പറയുന്ന ഒരു ടാഗ്. അല്ല, അങ്ങനെ പിണറായി വിജയൻ കാരണഭൂതൻ എന്നുള്ള രീതിയിലുള്ള പാട്ട് നമ്മൾ ഇറക്കിയില്ലേ? എല്ലാത്തിൻ്റെയും രക്ഷകനായിട്ടുള്ള പിണറായി വിജയൻ എന്ന ആ പിണറായി വിജയനെ കാരണഭൂതനായിട്ട് ചിത്രീകരിച്ചു. ഇപ്പോൾ അതിജീവിതയുടെ രക്ഷകൻ, ഇനി ലോക മാനവരാശിയുടെ രക്ഷകൻ, പിന്നെ മറ്റേ സ്വയം അവകാശപ്പെടുന്ന പോലെ ഈ മിന്നിത്തിളങ്ങുന്ന വാളിൻ്റെ ഇടയിലൂടെ നടന്നുപോയി പരിചയമുള്ള ആള്, ഇരട്ട ചങ്കുള്ള ആള് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വലിയ അർത്ഥമൊന്നുമില്ല. അത്തരം ടാഗ് ലൈനുകളൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ ടാഗ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം LDF ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ.